സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സത്യം ശിവം സുന്ദരം ഇതിൻ്റെ അനുപല്ലവി അനുപല്ലവി നോക്കാം. രാമ അവതുമേ അവിടുന്ന് തൊട്ട് നോക്കാം. ഓരോന്ന് സെപ്പറേറ്റ് ആയി ചെയ്തുതരാം കുറേച്ചെ. അപ്പം അത് മാപ്പമ പപ്പ രാമാവതമേ അങ്ങനെ നീട്ടിപ്പോവും. ലെങ്ത് താളത്തിൽ കറക്റ്റ് ആയിട്ട് ലെങ്ത് ഇടും. സ്വരം പറഞ്ഞാൽ ആദ്യം. അപ്പം മാപ്പ രാമാവതമേ. പിന്നെ ഗമപമദപമഗ മനസ്സിലായോ? ഗമപമ ദപമഗ. ഒന്നുകൂടി നോക്കാം. ചേർത്ത് പാടുന്ന ഒന്നുകൂടി ഒറ്റ പ്രാവശ്യം പാടിയിട്ട് ചേർത്ത് പാടാം. രാമാവതമേ അത് ഗമപമദപമഗ മനസ്സിലായോ? അപ്പം ഗമപമദപമഗ രാമാവതമേ. മനസ്സിലായോ? വദമേ. അപ്പം ഗമപമദപമഗ ഇതാണ് സാധനം. നീട്ടിപ്പോകുക. സ്വരങ്ങളൊക്കെ കറക്റ്റ് കിട്ടി കഴിഞ്ഞു നിങ്ങൾക്ക്. അടുത്തത് രാമാവതമേ മാപ്പമ പപ്പ രാമാവതമേ കാശി മേ ശിവ മപ്പ കാശി മപ്പ എന്ന് പറഞ്ഞാൽ കാശി മപ്പ കാശി മേ ശിവ ഗസഗ മേ ശിവ കാശി മേ ശിവ മപ്പ ഗസഗ കാശി മേ ശിവ മപ്പ ഗസഗ അത്രേ ടച്ചുള്ളൂ. ഗസഗ മേ ശിവ കാന മഗരി കാന മഗരി കാന വൃന്ദ രീരി സനി സരി രീരി സനി സരി നിസരി നിഷാദം കാന വൃന്ദ മഗരി രീരി സനി സരി വൃന്ദ രീരി സനി സരി വൃന്ദാവൻ മേ രി വൻ മേ കാന മഗരി. മനസ്സിലായോ? കാന വൃന്ദ രീരി സനി സരി വൃന്ദാവൻ മേ രി. ദയാ കരോ പ്രഭു മമഗ അവിടെ രണ്ട് ഗ വരുന്നുണ്ട്. മനസ്സിലായോ? മമഗ അത് വലിയ ഗ, അന്തര ഗാന്ധാരം. മമഗ അത് ചെറിയ ഗ. മമഗ ഗ ചെറിയ ഗാന്ധാരം. അതായത് സാധാരണ ഗാന്ധാരം. ദയാ കരോ പ്രഭു ദയാ കരോ പ്രഭു മമഗ
മനസ്സിലായോ? ദയ കരോ പ്രഭു देखो इनको गारिसा देखो गारिसा देखो इनको സരിരി ഗഗസ സരിരി ഗഗസ. മനസ്സിലായോ? देखो गारिस देखो സരിരി ഗഗസ ഇൻകോ എന്തെങ്കിലും വേർഡ്സ് വ്യത്യാസം ഉണ്ടെങ്കിൽ ശരിയാക്കിക്കൂടാ. ദയാ കരോ പ്രഭു ദേഖോ ഇൻകോ മമഗ ഗാരിസ സരിരി ഗഗസ. ദയാ കരോ പ്രഭു ദേഖോ ഇൻകോ. മനസ്സിലായില്ലേ? ദയാ കരോ പ്രഭു പഗാരി ഗഗ പഗ പ പഞ്ചമ പഗാരി ഗഗ. ദയാ കരോ പ്രഭു ദയാ കരോ പ്രഭു പഗാരി ഗഗ. देखो गप मप देखो गप मप देखो इनको रिग मग गसा रिग मग गसा रिग मग गसा इनको रिग मग गसा इनको. അപ്പൊ ഒന്നുകൂടി ദയാ കരോ പ്രഭു പഗാരി ഗഗ ഗപ്പ മപ്പ രിഗ മഗ ഗസ. देखो 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 गप मप രിഗ മഗ ഗസ ഇൻകോ. മനസ്സിലായില്ലേ? हर घर सा 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 हर घर के याम सनी ने सरनी के याम. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണത്. हर घर के आंगन में निधधा गन में सा 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 सनी ने सरनी ने ददा. ഒരു മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കണം. നീ ദദ നിസരി നി ദദ എന്നൊക്കെ പാടുന്നവരുണ്ട്. നിസരി നീ ദദ അവിടെയാണേ. അപ്പം ഹർ ഘർ സാ 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 സനി. മനസ്സിലായോ? സനി നി സരിനി നി ദദ हर घर के आंगन में के सनी ने सरनी ने ददा के आंगन में. ओके. राधा मो पादमा मरे राधा मो പാദമാമരി പാദമാമരി രാധാ മോഹൻ ഹൻ പാദമാമരി രീസ ഹൻ. തിരി അങ്ങനെ ലെങ്ത് ഉണ്ട് അവിടെ. ഹൻ രീസ പാദമാമരി രീസ രാധാ മോഹൻ ശരണം പപരി ശരണം. മനസ്സിലായോ? പപ്പരി പഞ്ചമം ഋഷഭം പപരി പാദമാമരി രീസ. ശ്രദ്ധിക്കണേ. പാദമാമരി രീസ പപരി ഗാമരി സ ഗാമരി സ
രാധാമോഹൻ ശരണം. മനസ്സിലായോ? പാദമ പാദമ രാധ പാദമ രാധാമോഹൻ ശരണം. പപരി ഗാമരേസ. മനസ്സിലായോ? ഇതിൽ സത്യശിവസുന്ദരം പാടുക. പിന്നെ അടുത്തത് ആ സത്യശിവസുന്ദരം പാടി കഴിഞ്ഞ ഒരു ഹമ്മിങ് ഉണ്ട്, റൗഡിന്റെ മാതിരി. കയ്യൊക്കെ അങ്ങനെ ആക്കട്ടെ. അത് മെല്ലെ പറഞ്ഞുതരാം. അങ്ങനെ നീളും. എന്നിട്ട് പമ ഗമക എന്നാണ്. അത് ദാ കൂട്ടി പാടണം. മനസ്സിലായോ? ഇതാണ് അടുത്തത്. ആ സംഭവം. രണ്ടാമത്തത് മപ്പ മഗ ഗാമഗരി രീഗാരിസ രീഗാരിസ. ഋഷഭാണേ. എന്തെങ്കിലും ഒരു ഫാൾട്ട് ചിലപ്പോൾ വന്നു പോയാലും ഞാൻ കറക്റ്റ് ചെയ്ത് തരും നിങ്ങൾക്ക്. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചുകൂടി, ഒന്നും നോക്കണ്ട. ചേർത്ത് പാടണേ. അത് നിദാരിദാസ രീരി സ സ ദ ദ സ നിദാരിദാസ എന്ന് പറയാം. നിദാരിദാസ രീരി സ സ നിദാരിദാസ നിദാരിദാസ നിദാരിദ നിദാരിദ നിദാനിദ എന്നാ പറയുന്നത്. രീരി സ സ നിദാരിദാസ. മനസ്സിലായോ? അവിടെ രണ്ടാമത്തത് കുറച്ചൊന്ന് സഗഗാമഗ സഗഗാമഗ ഒന്ന് തള്ളി പാടുന്നുണ്ട് അവിടെ. അതാണ് അങ്ങനെ വന്നത്. അപ്പൊ ഓ എന്നാണ് അവിടെ തോന്നുന്നില്ലേ? ഓ സഗഗാമഗ സഗഗാമഗ ഓ. അപ്പം രണ്ടാമത്തത് എന്തായിരുന്നു? ആദ്യത്തത് അല്ലാതെ കഴിയാത്തവർക്ക് മനസ്സിലായോ? രണ്ടാമത്തത് ഓ ഓ അടുത്തത് ആദ്യം പാടിയതല്ല. മനസ്സിലായോ? ഇനി നമുക്ക് ചരണം എടുക്കാറുണ്ട്. നിങ്ങൾ ധൈര്യം പഠിച്ചോളി. ശബ്ദമൊക്കെ മൊത്തം അടഞ്ഞതാ. എന്നാൽ എനിക്ക് വാശി അന്ന് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഞാൻ
എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു തരും. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ സ്വരസ്ഥാനം തെറ്റൂല കേട്ടോ. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ സ്വരസ്ഥാനമല്ല, എൻ്റെ ചില ശബ്ദടപ്പും എൻ്റെ കുറേ പ്രയാസങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കഷ്ടപ്പെട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പറയുന്നത്. മനസ്സിലാകുന്ന അങ്ങനെ പഠിപ്പിക്കും, ഒന്നും നോക്കണ്ട നിങ്ങൾ. പക്ഷെ സ്വരം കറക്റ്റ് ആയിരിക്കും. വേർഡ്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓരോരുത്തരുടെ കമൻറ്റ് ഞാൻ വായിക്കുമ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ വളരെ വിഷമം വരും, സന്തോഷം വരും. കാരണം ഓരോരുത്തർ ഇതൊക്കെ ചാനലൊക്കെ വലിയ ലാപ്ടോപ്പിലും സ്ക്രീനിലൊക്കെ ആക്കിയിട്ട് കാണുന്നുണ്ട്. അച്ഛനും അമ്മയും മക്കളും ഒക്കെ അതൊക്കെ എന്നെ വിളിച്ച് പറയാണ്, മാഷ ഗുരുവായിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. ഇത് ലെങ്ത് കൂടിപ്പോയി, എത്രയോ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾ പൈസ ഇല്ലാത്തവരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാര്യമാണ്. ഒരുപാട് ആൾക്ക് ഗുണം ചെയ്യാൻ പറ്റുന്ന, നന്മ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കിട്ടലാണ് നമുക്കിത്. ഇത് വലിയൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഫീൽഡിൽ ജീവിക്കുന്നത് ഇതുകൊണ്ടാണല്ലോ. അപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് നന്മ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഇതിൻ്റെ പലതരത്തിലും ഞാൻ നന്മ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ യൂട്യൂബ് വന്നതുകൊണ്ട് അവരെ ഞാൻ ഏത് കാലം അവരെ കാലിച്ചുകൊട്ടിലാണ് ഞാൻ എന്നും. യൂട്യൂബ് ആരാണോ ഇത് കണ്ടുപിടിച്ച് വെച്ചാൽ അവരെ കാലിച്ചുകൊട്ടിലാണ് ഞാൻ. കാരണം എനിക്ക് നന്മ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം നന്മ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾക്ക്. അപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഒരു തെറ്റില്ല കേട്ടോ. ധൈര്യമായിട്ട് പഠിച്ചോളി. ഡൗട്ട് എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളി. ഓക്കെ, ശരി.